ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ അഴിമതി ഭരണം വേണ്ട 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 അഴിമതി ഭരണം വേണ്ട വേണ്ട പിഡിപി സിന്ദാബാദ് നാസർവാദി സിന്ദാബാദ് പ്രതിഷേധം 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 പിഡിപിയുടെ പ്രതിഷേധം പിഡിപി സിന്ദാബാദ് പിഡിപി സിന്ദാബാദ് ഭാരത ഐക്യം സിന്ദാബാദ് ഭാരത ഐക്യം സിന്ദാബാദ് ഭാരത ഐക്യം സിന്ദാബാദ് ഭാരത ഐക്യം സിന്ദാബാദ് നിങ്ങളറിഞ്ഞോ നാട്ടാരെ നിങ്ങളറിഞ്ഞോ നാട്ടാരെ നിങ്ങളറിഞ്ഞോ നാട്ടാരെ നിങ്ങളറിഞ്ഞോ നാട്ടാരെ പഞ്ചായത്തിൻ കീഴിൽ പഞ്ചായത്തിൻ കീഴിൽ അഴിമതിയുടെ കൂമ്പാരം അഴിമതിയുടെ കൂമ്പാരം അഴിമതിയുടെ കൂമ്പാരം അഴിമതിയുടെ കൂമ്പാരം അയ്യോ ഇത് നാണക്കേട് അയ്യോ നാട്ടാരെ നിങ്ങളറിഞ്ഞോ നാട്ടാരെ ചെറുന്നിയൂർ പഞ്ചായത്തിൽ അഴിമതിയുടെ കൂത്തരങ്ങ് കോൺഗ്രസ് ഭരണം തുലയട്ടെ അയ്യോ ഇത് നാണക്കേട് കോൺഗ്രസ് ഇത് നാണക്കേട് വേണ്ട 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 അഴിമതി ഭരണം വേണ്ട വേണ്ട പിഡിപിയുടെ പ്രതിഷേധം പിഡിപി സിന്ദാബാദ് ഭാരത ഐക്യം സിന്ദാബാദ് ശശികുമാരി സിന്ദാബാദ് നിങ്ങളറിഞ്ഞോ നാട്ടാരെ ചെറുന്നിയൂർ പഞ്ചായത്ത് അഴിമതിയുടെ കൂത്താട്ടം അഴിമതി ഭരണം തുലയട്ടെ വേണ്ട 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 അഴിമതി ഭരണം വേണ്ട ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി നിരന്തരം പോരാടുന്നതാണ്. എല്ലാ ഇന്ത്യക്കാർക്കും ഇന്ത്യ രാജ്യത്തിന്മേലുള്ള അവകാശം തുല്യമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിർഭയം പോരാടുന്നതാണ്. ഞാൻ ആരുടെയും അവകാശങ്ങൾ കവർന്നെടുക്കുന്നതല്ല. എന്റെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ മറ്റാരെയും ഞാൻ അനുവദിക്കുന്നതുമല്ല. എന്റെ ചിന്തയും വാക്കും പ്രവർത്തിയും സത്യസന്ധമായിരിക്കുക. ഞാൻ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ക്രയവിക്രയം ചെയ്യുകയോ ഇല്ല. വികലാംഗർ, വൃദ്ധർ, രോഗികൾ, കുഞ്ഞുങ്ങൾ തുടങ്ങി എല്ലാ ദുർബല വിഭാഗങ്ങളെയും ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി സഹായിക്കുന്നതാണ്. മാതാപിതാക്കളും ബന്ധുക്കളും സ്നേഹിതരും സഹോദരങ്ങൾ ഉൾപ്പെടെ എല്ലാ മനുഷ്യരെയും ഇതിലൂടെ സ്നേഹിച്ച് സമത്വവും സഹോദര്യവും ഉറപ്പുവരുത്തുന്നതിന് പിഡിപി സിന്ദാബാദ് ഭാരത ഐക്യം സിന്ദാബാദ് എന്നതാണ് എൻ്റെ കർത്തവ്യം. ചെറുനീർ പഞ്ചായത്തിലെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കപ്പെടുന്ന കോൺഗ്രസിൻ്റെ തമ്മിലടിയും അഴിമതിക്കുമെതിരെയുള്ള സമരപോരാട്ടത്തിലാണ് പാർട്ടിയുള്ളത്. ഇതിൽ ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളുടെയും സഹായവും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതിനെനിക്ക് സ്വാഗതം ആശംസിക്കുക എന്ന കർത്തവ്യമാണുള്ളത്. ആദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് പാർട്ടിയുടെ കരുത്തനായ മണ്ഡലം പ്രസിഡന്റ് നസീബ് കല്ലമ്പലത്തിനാണ്. അതുപോലെ തന്നെ ഇവിടെ പാർട്ടി പ്രതിജ്ഞ ചൊല്ലിയ PCFിൻ്റെ പാർട്ടി പോഷക സംഘടനയായ പ്രവാസി സംഘടനയായ PCFിൻ്റെ ജില്ലാ ട്രഷറർ കൂടിയായ ബഷീർ ബാലച്ചിറയ്ക്കാണ്. അദ്ദേഹത്തിന് എൻ്റെ പേരിലും പാർട്ടിയുടെ പേരിലുമുള്ള സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടി ആമുഖ പ്രഭാഷണം നടത്തുന്ന
പാർട്ടിയുടെ പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് നഗരൂർ അഷ്റഫ് സാഹിബിനാണ്. അദ്ദേഹത്തിന് പാർട്ടിയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ പ്രിയങ്കരനായ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായ സീനിയർ വൈസ് ചെയർമാൻ ശ്രീ വർക്കല രാജനാണ്. അദ്ദേഹത്തിന് എൻ്റെ പേരിലും പാർട്ടിയുടെ പേരിലുമുള്ള സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്ന പാർട്ടിയുടെ പ്രിയങ്കരനായ പാർട്ടി പോഷക സംഘടനയായ PTUCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ നടയറ ജബ്ബാർ സാഹിബിന് അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന പാർട്ടിയുടെ സ്ത്രീ സംഘടനയായ വിമൻസ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന അധ്യക്ഷ ശശികുമാരി വർക്കല, അതുപോലെ തന്നെ പാർട്ടിയുടെ പ്രിയങ്കരനായ കരുത്തനായ ജില്ലാ സെക്രട്ടറി ശ്രീ നിയാസ് വർക്കലയ്ക്കും സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത പാർട്ടിയുടെ മണ്ഡലം പഞ്ചായത്ത് തല ഭാരവാഹികൾക്കും ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കപ്പെടുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ പരിപൂർണമായ സഹായ സഹകരണം ഉണ്ടാവണമെന്ന് ഈ പ്രതിഷേധ ധർണ നിങ്ങൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയകളിലൂടെ പങ്കുവെച്ചുകൊണ്ട് ഈ അഴിമതി ഭരണത്തിനെതിരെ ഒരു താക്കീത് നൽകാനുള്ള സമരപരിപാടിയായി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മർജിദ ഐക്യം സിന്ദാബാദ്, PDP സിന്ദാബാദ്. നിയാസ്, PTCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നടയറ ജബ്ബാർ, ഭാരവാഹികളുടെ മണ്ഡലം ഭാരവാഹികൾ, ഇന്ന് ചെറുതീവൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധ ധർണ ഇവിടുത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കെല്ലാം ഏകദേശം അറിയാം. ഈ പഞ്ചായത്തിൽ നടക്കുന്ന മെമ്പർമാർ തമ്മിലടി, അഴിമതി, ഈ മേഖലയാകെ യാതൊരുവിധ പുരോഗമനവും നടക്കാതെ തമ്മിലടിച്ചിരുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക്, സാധാരണ പൗരന്മാരുടെ ക്യാഷ് വെച്ച്, സമ്പാദ്യം വെച്ച് ഇവിടെ നടക്കുന്ന പഞ്ചായത്തിൽ നടക്കുന്ന അത് ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് ഈ റോഡിൽ നിന്ന് പാലച്ചിറ വഴി ഇങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു വഴിയിടം ടീ ബ്രേക്ക് ബിൽഡിംഗ്. വഴിയിടം ടീ ബ്രേക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അവർ കഷ്ടകട പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന് ലക്ഷങ്ങൾ ചെലവാക്കിയ വഴിയിടം ടീ ബ്രേക്ക് കെട്ടിടം. അത് ഏകദേശം സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടി വന്നാൽ 10,000 രൂപ ചിലവാകും. ലക്ഷങ്ങളാണ് ചെറുനീർ പഞ്ചായത്ത് അതിനു വേണ്ടി ചെലവാക്കിയതായിട്ട് കണക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ അഴിമതി സാധാരണ ജനങ്ങളുടെ പൈസ വെച്ച് നടത്തുന്നത്. ഈ അഴിമതി ആരോട് പറയും എന്നുള്ള ഒരു രീതിയിലാണ് ഇവിടുത്തെ സാധാരണ രീതിയിൽ കോൺഗ്രസിന് അഴിമതി എന്ന് പറയുന്നത് അവരുടെ ഒരു സ്റ്റാറ്റസാണ്. അഴിമതിയിൽ ഒരു നാണക്കേടും ഇല്ലാത്ത ഒരു വിഭാഗമായി തരം താണിട്ടുണ്ട് കോൺഗ്രസ് ഭരണകർത്താക്കളും. ഏതെങ്കിലും ചെറിയ ചെറിയ പഞ്ചായത്തുകൾ, 1, 2, 3 അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുറച്ച് പഞ്ചായത്തുകളെ ഭരിക്കുന്നുള്ളൂ. ആ പഞ്ചായത്തുകളിലെല്ലാം അഴിമതിയുടെ കൂത്തരങ്ങൾ. അതുപോലെ തന്നെയാണ് ചെറുതീർ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കോൺഗ്രസ് അഴിമതി നടത്തിയാൽ ആരോട് പറയും എന്നുള്ള ഒരു ചിന്ത സാധാരണ ജനങ്ങളിലുണ്ട്. കാരണം കോൺഗ്രസിന്റെ താഴേക്കിടയിലുള്ള നേതാക്കൾ അഴിമതി നടത്തിയാൽ, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാർ അഴിമതി നടത്തിയാൽ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ അഴിമതി നടത്തിയാൽ ആരോട് പറയും? പോയി പറയാൻ പറ്റുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആരാ? അഴിമതിയുടെ രാജാക്കന്മാർ. കേരളത്തിലുള്ള അഴിമതിയുടെ രാജാക്കന്മാരായി മാറിയിട്ടുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ. അതിലും തമ്മിലടിയും പ്രശ്നങ്ങളുമായി സുധാകരനെ പോലുള്ള ആൾക്കാർ പുറത്തുപോയി. അങ്ങനെ കൂത്തരങ്ങായി മാറിയിരിക്കുന്ന അഴിമതികൾ
സംസ്ഥാന ലെവലിൽ അഴിമതികൾ നടന്നാൽ ആരോട് പറയും? കേന്ദ്രത്തോട് പറയും. കേന്ദ്രത്തിലുള്ള കോൺഗ്രസ് ആൾക്കാരെന്താണ് ചെയ്യുന്നത്? രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള, സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ 90 കോടിയോളം രൂപയുള്ള ആദ്യം ED എഴുതി ചേർത്ത അഴിമതി, നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ആ സ്ഥാപനത്തിനെതിരെയുള്ള അഴിമതി ED അന്വേഷിച്ചു വന്നപ്പോൾ 540 കോടിയുടെ അഴിമതിയായി. അപ്പോൾ മോളിൽ നിന്ന് താഴോട്ട് വരെ കോൺഗ്രസിന്റെ ആൾക്കാർ, മുകളിൽ നിന്ന്, ഏറ്റവും മുകളിൽ നിന്ന് പരാതി പറയാൻ ഏറ്റവും മുകളിൽ പോയാൽ, സെൻട്രലിൽ പോയാൽ രാഹുൽ ഗാന്ധി, താഴേക്ക് വന്നാൽ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുൾപ്പെടെ, പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെയുള്ള അഴിമതി ആരോട് പറയും? സാധാരണ ജനങ്ങൾ ഒന്നിക്കണം. സാധാരണ ജനങ്ങൾ ഒന്നിച്ചെങ്കിൽ മാത്രമേ ഈ അഴിമതിക്കെതിരെ സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയുള്ളൂ. അതിന് എതിരായിട്ടാണ്, ഈ അഴിമതിക്കെതിരെയാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഇന്ന് ഇവിടെ പഞ്ചായത്ത് ലെവലിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം നിശ്ചയിച്ചത്. അതാണ് ഇവിടെ വന്നത്. ഇവിടുത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെ ഈ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഴിമതിയും, അതിലുപരിയായി അഴിമതി പുറത്തു കാണിക്കാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ മെമ്പർമാർ തമ്മിലടിക്കുകയാണ്. അഴിമതിയിൽ കിട്ടിയ പൈസകൾ വീതിച്ചെടുക്കുന്നതിലുള്ള മത്സരമാണ് ഇവിടുത്തെ മെമ്പർമാർ തമ്മിലടിക്കുന്നത്. ഈ തമ്മിലടിയുടെ നാണക്കേട് മനസ്സിലാക്കാൻ കോൺഗ്രസിന് കഴിയില്ല. കോൺഗ്രസ് മാത്രമേ ഇങ്ങനെ ഒരു തമ്മിലടി മുന്നോട്ട് വെക്കുന്നുള്ളൂ. തമ്മിലടിയാണ് അവരുടെ അവകാശം. തമ്മിലടി അവകാശവും അഴിമതി അവകാശവുമാണ് കോൺഗ്രസിന്റെ മുഖമുദ്ര. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി നടത്തിയ ഈ ധർണയിൽ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മധ്യദൈക്യം സിന്ദാബാദ്, PDP സിന്ദാബാദ്.